നമസ്കാരം. നമസ്കാരം മൈ ഡിയർ പാനൽ. ഗുഡ് ഈവനിങ് എന്നെനിക്ക് പറയാൻ തോന്നുന്നേ ഇല്ല. ബിക്കോസ് ഇതൊരു ഗുഡ് ഈവനിങ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. ബട്ട് ഇതുപോലൊരു റിയാലിറ്റി ഷോ തീർച്ചയായിട്ടും കടന്നു പോവേണ്ടിയിരിക്കുന്ന ഒരു ലെവലാണ്. ലെറ്റ്സ് ഡാൻസ് സീസൺ 3 വൈൻഡ് അപ്പ് ആവാൻ പോകുന്നു. ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ സെമി ഫൈനൽസിലെ ലാസ്റ്റ് ഫേസ്, അതും കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് ഫേസും അവസാനിച്ചു. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് റിസൾട്ട്സ് ആണ്. ആൻഡ് നമ്മുടെ പാനൽ ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഈ സമയത്ത് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തുടങ്ങിയത് 1300 കണ്ടസ്റ്റൻസിൽ നിന്നാണ്. നമ്മൾ ഈ ഓൺ സ്റ്റേജ് കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുവന്നത് 20 കണ്ടസ്റ്റൻസിനെയാണ്. ആ 20 കണ്ടസ്റ്റൻസും 4 ലെവൽസ്, 4 നോർമൽ ലെവൽസ്, അതിനുശേഷം വി ഹാഡ് പ്രീ ക്വാർട്ടേഴ്സ്, പിന്നെ ക്വാർട്ടർ ഫൈനൽസ് ആൻഡ് ദെൻ സെമി ഫൈനൽസ്. സെമി ഫൈനൽസ് തന്നെ അവരുടെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് സെമി ഫൈനൽസ് തന്നെ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ സെമി ഫൈനൽസിലെ ആ 3ാമത്തെ ഫേസിലെ കോമ്പറ്റീഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇനി ഒബ്വിയസ്ലി നമ്മൾ ഉറ്റുനോക്കുന്നത് റിസൾട്ട്സിലേക്കാണ്. ആൻഡ് അമൃത TV ഇതുവരെ ഫോളോ ചെയ്തൊരു ഫോമാറ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു റിയാലിറ്റി ഷോയുടെ ഫിനാലിലേക്ക് 4 കണ്ടസ്റ്റൻസ് ആണ്, 4 കണ്ടസ്റ്റൻസ് ആണ് യൂഷ്വലി പോവാറ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് എൻറ്റയർലി മാസ്റ്റർ മറ്റ് പാനൽസിനൊക്കെയാണ് അറിയാവുന്നത്. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് കുറച്ചും കൂടെ തിങ്സ് ടു ഡു. സോ റൈറ്റ് നോ മാസ്റ്റർ, നമ്മുടെ ഈ ഒരു യാത്ര അവസാനിക്കാൻ പോവാണ് മാസ്റ്റർ. ഇനി ഫിനാലെ എന്ന ആ ഒരു വലിയ വേദി മാത്രമേ ഉള്ളൂ. നമ്മളുടെ കണ്ടസ്റ്റൻസിനെ മാസ്റ്ററിൻ്റെ കീഴിൽ നമ്മൾ നർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ് contestants any reality show could ever have right now. So അതിനെക്കുറിച്ചൊക്കെ മാസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഇവർ ആരും കണ്ടസ്റ്റൻറ്റേ അല്ല, എല്ലാവരും എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ അവർ എല്ലാവരും ഒരു ഫാമിലിയാണ്. അവിടെ നിന്ന് അവർ 4 പേര് യാരോ അവിടെ പോകാൻ പോകുന്നു ഫൈനൽ. മറ്റേ എല്ലാവരും ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിലെ 4 പേര്, 4 കണ്ടസ്റ്റൻസോ 4 സ്റ്റുഡൻസ് പാരും പോയാൽ എല്ലാവർക്കും അവർക്കും ഹാപ്പി, എനക്കും ഹാപ്പി അല്ലേ? കറക്റ്റാ? ഒറ്റ അടിക്ക് എല്ലാരും ചേർന്ന് ഉത്തരം പറയൂ. എങ്ങനെയുണ്ടായിരുന്നു ലെറ്റ്സ് ഡാൻസ് സീസൺ 3? ഓസം. ഓസം. എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു തൽക്കാലം. ഓസം. സോ അവരുടെ ഫീഡ്ബാക്ക് കിട്ടി മാസ്റ്റർ. ആൻഡ് ഹൗ അബൌട്ട് അതേഴ്സ്? ടു ഓൾ ദി കണ്ടസ്റ്റൻസ്, ഞങ്ങൾ എല്ലാവരും ഇതിക്ക് മുൻപ് വെവ്വേറെ ചാനൽസ് ആൻഡ് വെവ്വേറെ ലാംഗ്വേജസിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് വി ട്രൈ ടു ബി റെസ്പോൺസിബിൾ ആൻഡ് ബി ട്രൂ ടു ആർ ജഡ്ജ്മെൻറ്റ്. എങ്ങനെയാவது ഇഫ് ദർ എനി റോങ് കമൻറ്റ്സ് ഇസ് നിങ്ങൾ ഇഫ് യു തോട്ട് ദാറ്റ് നിങ്ങൾ നിനച്ചിങ്ങനെ വി ഗേവ് റോങ് കമൻറ്റ്സ്, ഇല്ല ഇഫ് വി വർ ഹാഷ് എനിവേർ, അതെല്ലാം നിങ്ങളോட ഒരു ഗുഡ് തിങ്കിങ് ആണ്. ഇറ്റ് ഈസ് ഫോർ യുവർ ഗുഡ്. സോ ഏതെങ്കിലും ഞങ്ങൾ തപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാൽ സോറി ഫോർ ദാറ്റ്. അതെല്ലാം വി വാണ്ട് ടു ഡു ദ ബെസ്റ്റ് ഫോർ യു. That's all I have to say. Thank you, Romeo. I'm so happy. First of all, എങ്ങൾക്കുള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത അമൃത ടിവിനെ ഞാൻ നന്ദി പറയണം. ബിക്കോസ് ഇറ്റ്സ് സംതിങ് എൽസ്. ഞാൻ ഇപ്പോൾ ടീച്ച് ചെയ്യുന്നില്ല, മുൻപ് തന്നെ നമ്മൾ ടീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് സീത മാസ്റ്റർ ആവട്ടെ ഡാൻസ് ക്ലാസ് ഉണ്ടാവും, നമ്മൾ പുറത്തെ എല്ലാ ആർട്ടിസ്റ്റ് ആവട്ടെ all contest out teach ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് യു ഗൈസ് were got trained, you guys were like outdoor shoot ഉണ്ടായിരുന്നു, you got trained. പുതിയ സ്റ്റൈൽസ് നിങ്ങൾ പഠിച്ചു, പുതിയ സ്റ്റൈൽസ് ഇന്നും പഠിക്കണം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, you have to keep on going. So adina I wish you all the best and keep on going and try to learn lot of styles. കഷ്ടമാണ്, നിങ്ങൾക്ക് ആർക്കും പഠിപ്പിക്കാൻ ആളില്ല, അറിയാം. ഒബ്വിയസ്ലി ഇതുപോലെ നിങ്ങൾക്ക് ടി വിയിലെയോ ഇതുപോലെ യൂട്യൂബിലെയോ ഇതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് അയച്ച വാട്സപ്പ് വീഡിയോ ആവട്ടെ അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ അനുസരിച്ച് നിങ്ങൾ യു വുഡ് ഹാവ് ലേൺ സംതിങ് എൽസ്. കീപ്പ് ഓൺ ലേണിംഗ്. എവറി ഡേ ഈസ് എ ലേണിംഗ് ഡേ. സോ കീപ്പ് ഓൺ ലേണിംഗ് എവറി ഡേ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വൺ മോർ തിങ്, മാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ മാസ്റ്ററിൻ്റെ സ്റ്റുഡൻസ് ആണ്. എങ്കിൽ എല്ലാവർക്കും കൂടെ ഞങ്ങൾ ആരും നിങ്ങളെ ഒരു കണ്ടസ്റ്റൻസ് പോലെ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരു ഫാമിലി ആൻഡ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും വി ടുക്ക് ദ ലിബർട്ടി
ടു കറക്റ്റ് യു, ടു സ്കോൾഡ് യു. ബിക്കോസ് നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. നിങ്ങളെ കറക്റ്റ് ചെയ്യണമെന്ന് ഒരേ ഒരു റീസൺ, ஒரே ஒரு காரணம். அதனால தான் நாங்கள் வந்து இவ்வளோ தூரம் ஒரு லிபர்ட்டி எடுத்துக்கிட்டோம். ஸோ ஐ ஜஸ்ட் வாண்ட் டு ஷேர் தட் வித் யூ. ആൻഡ് സോറി സോനു പറഞ്ഞില്ല എന്തെങ്കിലും വി വുഡ് ഹാവ് സ്കോൾഡ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഐ വുഡ് ഹാവ് സ്കോൾഡ് ലോട്ട് ഓഫ് പീപ്പിൾ. ഐ അപ്പോളജൈസ് ബിക്കോസ് നിങ്ങൾ തെറ്റ് ചെയ്യാനാണ് സ്കോൾ ചെയ്തത്. വെറുതെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് നിങ്ങൾ ഞാൻ സ്കോൾ ചെയ്തിട്ടില്ല. ഇറ്റ് ഫോർ എ ഗുഡ് to improve yourself, I scold. Anyway, if you take it, if you in your heart, I'm sorry for it. Nothing അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? നെവർ. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ വഴക്ക് പറയാറില്ലേ? ബ്രദർ സിസ്റ്റേഴ്സുമായിട്ട് ഇടി കൂടാറില്ലേ? അതുപോലെ കരുതിയാൽ മതി. വി ആർ ഓൾ വൺ ഫാമിലി. ഇനി ആരും ചീത്ത വിളിക്കില്ല. എന്താണ് എന്റെ സ്റ്റുഡന്റില് ആരും ചീത്ത വിളിക്കില്ല. ഓ, അതിന്റെ ഇടയ്ക്ക് ഗോൾ അടിക്കുന്നു. യെസ്. എനിത്തിങ് സാറി, ശ്രുതി, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഈ അവസരത്തിൽ? ഇല്ല, ഒരുപാടൊന്നും സംസാരിക്കാനില്ല. കാരണം ഇവിടെ നിന്ന് സംസാരിക്കുന്നേക്കാൾ എനിക്ക് അവരെ സംസാരിച്ച് കേൾക്കാനാണ് ഇഷ്ടം, അവരുടെ പെർഫോമൻസുകൾ കാണാനാണ് ഇഷ്ടം. ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ കാണണം എന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ജഡ്ജിങ് സീറ്റിലിരുന്ന് ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റൈൽസും കുറേ ടിപ്സുമൊക്കെ അവരുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുക കൂടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ പേഴ്സണലി. ആൻഡ് ഒബ്വിയസ്ലി ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. ഒരു ജഡ്ജസും കണ്ടസ്റ്റൻസ് എന്നുള്ളതിനുപരി വാട്സപ്പിലൂടെ ആയാലും മെസ്സേജസിലൂടെ ആയാലും ഈവൻ ആ കോണ്ടാക്ട്സ് നിലനിർത്തുന്നതും ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്നതും ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഓൾ ഓവർ കേരള ആൻഡ് തമിഴ്നാടുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ സാധിച്ചതിൽ. ആൻഡ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ശ്രുതി, ഒത്തിരി സന്തോഷം. സാരിയൊക്കെ പറഞ്ഞതുപോലെ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്രയും നമ്മുടെ യാത്ര തുടങ്ങി ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. ഇത്രയും നല്ല പാനലിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ജീനു ആൻഡ് ഓൾ ടീം മിസ് ചെയ്യുന്നതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആൾക്കാർ തന്നെ വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസകൾ നിങ്ങളോട് കൂടിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രുതി. ആൻഡ് ഐ വുഡ് ലവ് ടു ആഡ്, ബിക്കോസ് ഒരു റിയാലിറ്റി ഷോവും സഞ്ചരിക്കാത്ത ഒരുപാട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ ആണെങ്കിലും ജഡ്ജസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും പെർഫോമൻസ് കണ്ടസ്റ്റൻസ് അതർ ദാൻ കോമ്പറ്റീഷൻ ഈ സ്റ്റേജിൽ വന്ന് കാഴ്ചവെച്ചിട്ടുള്ള മറ്റൊരു പാനലും ഒരു ചാനലും ഉണ്ടായിട്ടുണ്ടാവില്ല. അറ്റ് ദെയർ ഓൺ റിസ്ക് അവർ തന്നെ പാട്ട് സെലക്ട് ചെയ്ത് മധുനടുത്ത് പറഞ്ഞ് അവർ തന്നെ കൊറിയോ ചെയ്ത് അവർ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും പഠിപ്പിച്ച്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. ഹാറ്റ്സ് ഓഫ്. ആ ഒരു ഞങ്ങൾ വലിയ സംഭവങ്ങളാണെന്നുള്ള ഒരു ഈഗോയോ ഒരു താരപ്പകിട്ടോ ഒന്നുമില്ലാതെ എല്ലാം മാറ്റിവെച്ച് വളരെ ജെന്യുവൻ ആയിട്ടാണ് നമ്മുടെ പാനൽ കണ്ടസ്റ്റൻസിൻ്റെ കൂടെയും ഈ ഷോയിലും കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദി മാനേജ്മെന്റ് ഓഫ് അമൃത TV, I would love to thank each and every one of you. Thank you Gino. Yes. സോ നൗ അയ്യോ എനിക്ക് പ്രശ്നമായി തുടങ്ങി. ഫൈൻ. സോ എലിമിനേഷൻ എന്ന ഒരു പ്രോസസ്സ് എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെ എന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പ് വേറൊരു വലിയ കാര്യം ചെയ്യാനുണ്ട് മാസ്റ്റർ. ഇവരെല്ലാവരും നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ള 8 കണ്ടസ്റ്റൻസും ബെസ്റ്റാണ്. പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്ന 20 കണ്ടസ്റ്റൻസും ഈക്വലി ഗുഡാണ്. ഏതാ എന്തെങ്കിലും ഒരു ചെറിയ റീസണിൽ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റിയപ്പോഴാണ് അവർ പുറത്തു പോകേണ്ട വന്നത്. സോ അങ്ങനെ കഷ്ടപ്പെട്ട് പ്രീ ക്വാർട്ടർ വരെ എത്തിയ കണ്ടസ്റ്റൻസ്, അതായത് പ്രീ ക്വാർട്ടർ മുതൽ നമ്മളെ വിട്ടുപോയ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് അമൃത TV ഒരുപാട് സ്നേഹത്തോടെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ തരുന്നു. ഓക്കെ, സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ. ആ പല കണ്ടസ്റ്റൻസിനെയും സ്പെഷ്യൽ പെർഫോമൻസസുമായി നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് വിളിച്ചിട്ടുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ദ ഡിസേർവ് ഇറ്റ് അല്ലേ, ഒരു സർട്ടിഫിക്കറ്റ് ആൻഡ് മെമെന്റോ. സോ ആദ്യമായിട്ട് അത് ഏറ്റുവാങ്ങാൻ, മാസ്റ്ററിൽ നിന്നും ഏറ്റുവാങ്ങാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മളെ സുന്ദരി കുട്ടികളായ ഐശ്വര്യ ആൻഡ് നന്ദന. വരൂ. Thank you so much, Aishwarya Nandana. Please get back. Moving on, we have Neetu and Kiran.
last but not the least, we have our very own Tansira. Varu. അരവിന്ദ്, സരയു, മാസ്റ്റർ, ശാന്തനു, ശ്രുതി, ഈ ഒരു ലെവലിൽ നമ്മളുടെ കണ്ടസ്റ്റൻസ് ആണ് സോ ഫാർ ഒരു എക്സാമിനേഷൻ റൗണ്ട് നേരിടേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് അതിൽ ആ ഒരു എക്സാമിനേഷൻ റൗണ്ടിലേക്ക് പോകുന്നത്. നമ്മൾക്കൊരു പരീക്ഷണ ഘട്ടമാണ്. ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കൂടെയുള്ള 8 കണ്ടസ്റ്റൻസും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് a tough job, and I believe that was definitely a tough job for our panel as well. അപ്പോൾ എന്നിരുന്നാലും ആ ജോലി അവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് എത്ര പേരാണ്, അവരാരൊക്കെയാണ്, നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളുടെ എലിമിനേഷൻ റൗണ്ടാണ്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. ആൻഡ് മാസ്റ്റർ പ്ലീസ് ടേക്ക് ഓവർ. എനിക്ക് ഇത്രേ പറ്റൂ മാസ്റ്റർ, പ്ലീസ്. 8 പേർ കണ്ടസ്റ്റൻസ് ഉണ്ട് എൻ്റെ സ്റ്റുഡൻറ്റ്. അതിൽ 4 പേർ മാത്രമേ ഫൈനലിലേക്ക് പോകാൻ പോണു. അതാണ് വലിയ കഷ്ടമായിട്ടുണ്ട്. എല്ലാം ഒരു ഒത്തിരി ഡിഫറൻസ് ഇല്ല, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. നോക്കാം, പിന്നെ ഫസ്റ്റ് കണ്ടസ്റ്റൻസ് വിളിക്കാം. യാ ഡെഫിനറ്റ്ലി. ഫോർ വൺ മോർ ടൈം എൻ്റെ പ്രിയപ്പെട്ടവരെ വരൂ സ്റ്റേജിലേക്ക്. ഒരിക്കൽ കൂടി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഈ പ്ലാറ്റ്ഫോമിൽ. ഓൾ ദി 8 contestants of Let's Dance Season 3 semi-finals final phase. Welcome. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ എല്ലാവരും സെമി ഫൈനലിൻ്റെ വിന്നേഴ്സാണ്, ലെറ്റ്സ് ഡാൻസിൻ്റെ വിന്നേഴ്സാണ്. ബിക്കോസ് ഇത്ര ദൂരം വെറുതെ അത്ര ഈസി ആയിട്ടില്ല. സോ ഗിവ് ഓൾ ഓഫ് യു ഓൾ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നിങ്ങൾ എല്ലാവർക്കും. ഞാൻ ഇവിടെ വന്ന് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡാൻസ് സ്കൂളിൽ അവിടെ ചെന്നൈയിൽ വന്ന് ഒത്തിരി ആക്കൾ, ബാംഗ്ലൂർ ആകട്ടെ, കേരളത്തിൽ നിന്നും ആകട്ടെ, ഹൈദരാബാദ്, അവിടെ സ്റ്റേ, അവിടെ നിന്ന് ഒരു മധുരൈ, എവിടെ നിന്നാലും അവിടെ വന്ന് സ്റ്റേ ചെയ്ത് എൻ്റെ ഡാൻസ് സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ലക്കിയാണ്. അവിടെ ഒരു ഡാൻസ് സ്റ്റൈൽ, ഈ സ്റ്റൈൽ വേണം, ആ സ്റ്റൈൽ വേണം പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു നോർമലായിട്ട് ടെക്നിക്ക് ഉണ്ടല്ലേ, ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡയറക്ടർ ആകട്ടെ, ഒരു മ്യൂസിക് വീഡിയോ ആകട്ടെ, ഒരു ആക്ടിങ് ആകട്ടെ, എല്ലാ ടെക്നിക് ടിപ്സും உங்களுக்கு കൊടുത്തിട്ടുണ്ട്. അത് உங்களுக்கு நீங்கள் ലക്കി കണ്ടസ്റ്റൻസ് ആണ്. അതാണ് പെരിയ പ്ലസ്. എൻ്റെ സ്റ്റുഡൻസ് കൂടെ ഞാൻ കൊടുത്തിട്ടില്ല, അവർ മാത്രം ഒരു സ്റ്റൈൽ മാത്രം പഠിപ്പിച്ച്. പക്ഷേ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എപ്പോഴും എന്നോട് എടുക്കുമ്പോൾ ഞാൻ ഷൂട്ടിംഗെല്ലാം ചെയ്യുമ്പോൾ അവർ പഠിക്കും. പക്ഷേ ഞങ്ങൾ സ്റ്റുഡൻസ് പഠിച്ചിട്ടില്ല. ഇത്രയും മാസ്റ്റർ അവിടെ പോകുമ്പോൾ ആ ഷോയിലെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എതുവുമേ പറഞ്ഞിട്ടില്ല, എതുവും ടിപ്സ് കൊടുത്തിട്ടില്ല. அப்படின்னு അത് உங்களுக்கு ഒരു പെരിയ ഭാഗ്യമാണ്. ഓക്കെ, ഡോണ്ട് ലൂസ് ഇറ്റ്. എനിക്ക് എന്താണ് ഏതെങ്കിലും ഇപ്പോൾ വിന്നേഴ്സ്, സെമിഫൈനൽ വിന്നേഴ്സ് ആകട്ടെ, ഫൈനൽ വിന്നേഴ്സ് ആകട്ടെ, പുറത്ത് പോകുമ്പോൾ ആഫ്റ്റർ 1 or 2 years എല്ലാവരും, ഞാൻ പറയും, സത്യം പറയും, എല്ലാവരും നല്ല പൊസിഷനിൽ ഉണ്ടാവും. അത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും. യെസ് മാസ്റ്റർ, ലെറ്റ്സ് പ്രൊസീഡ്. 8 പേര് ഇവിടെ സ്റ്റേജിലുണ്ട്. അരുൺ ബാബു നിതിൻ, പ്രിൻസോ ഷെനി, സജിത് അഭിഷേക്, അനീഷ് പ്രതീഷ്, ഷമീർ വിശ്വതി, വിനോദ് ആതിര, പ്രജിത് അനീഷ്, ടാനിയ കീതു. ഇവരിൽ നിന്ന് ഫിനാലയിലേക്ക് പോകുന്ന ആ 4 കണ്ടസ്റ്റൻസ് ആരൊക്കെ? Top finalist, top 4 le. The first finalist with the top marks at 138 points, Sajit and Abhishek.
അഭിഷേക് ഷജിത്ത് ഓൺലി ഹാർഡ് വർക്ക് മാത്രമേ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റൈൽ ഇപ്പോൾ லாக்கிங் ആവട്ടെ പാപ്പിംഗ് ആവട്ടെ ഏതും അങ്ങനെ ஒரு பெர்ஃபெக்ட் 100% പറയില്ല. ஏன்னா അവർ ബിഗിനിങ്ങിലിருந்து ഒരു ഹാർഡ് വർക്ക് മാത്രമേ നോക്കണുണ്ട്. എപ്പോഴും ഫുള്ളാக പ്രാക്ടീസ് ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ചെയ്യണോ കോറിയോ ആകട്ടെ ഏതാകട്ടെ അതാണ് കോശം അവർ டாப்பில் വന്ന്. ஆனால் ഇപ്പോൾ പറയാം അഭിഷേക് ഷജിത്ത് ഒരു പാപ്പിംഗ് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അരുൺ ബാബു നിതിൻ ആകട്ടെ ഇല്ല പ്രജീത് അനീഷ് ആകട്ടെ ഇവരോട് ബെസ്റ്റ് ഇവരാണ് ഞാൻ പറയാം. ஆனால் ഇവർ ടോപ്പ് സ്കോറായി. പിന്നെ എന്താ ഒരു ഹാർഡ് വർക്ക് മാത്രമേ വിൻ ചെയ്യും. അതാണ് അഭിഷേക് സജിത്ത്. അഭിഷേക് എത്രയോ നാളുകളായി ഷോയിൽ വന്നപ്പോൾ പോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട്സ് ആണ് ഫിനാലെ. സോ എന്ത് തോന്നുന്നു? ഐ എം സോ ഹാപ്പി. പറയ് കേക്കട്ടെ, സന്തോഷം പങ്കുവയ്ക്കൂ. പറയാൻ വാക്കുകളില്ല. ഔട്ടായി പോകുന്നു വിചാരിച്ചു, പക്ഷേ പറയാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പോൾ നിങ്ങൾ വലിയ റിസ്കിലുണ്ട്. ഇപ്പോൾ സെമി ഫൈനലിൽ ഉണ്ടാവും, ടോപ്പ് സ്കോർ ഉണ്ടാവും. ஆனால் ഫൈനലിൽ എങ്ങനെ ഉണ്ടാവും ആർക്കും അറിയില്ല. ഓക്കെ, ഇതേ സെയിം ഹാർഡ് വർക്ക് ചെയ്യണു. അതേ സെയിം എവിടെ ഞാൻ ടിപ്സ് കൊടുത്തില്ല ഇങ്ങനെ നോക്കുള്ള ഷജിത്ത്. ഓക്കെ, അഭിഷേക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സജിത്ത് മാത്രം കറക്റ്റായിട്ട് ചെയ്യും, നല്ല നോർമലായിട്ട്. അഭിഷേകും സജിത്തും ഒന്നുപോലെ നല്ല നോക്കി ചെയ്ത് എല്ലാ മൈനസും പ്ലസ് ചെയ്യണം. അപ്പോഴാണോ കടവുളുണ്ട്. ഓക്കെ, ഇതേ ഹാർഡ് വർക്ക് ചെയ്യും. നീ ചെയ്താൽ യാരോട് എന്താ പറയുക തമിഴിൽ, യാരോட டேலண்ட்டும் யாரும் தடுத்து நிறுத்த முடியாது. മനസ്സിലായാ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത് അത് കടവുൾ நான் நினைச்சாலும் இல்லை இவர் வேண்டாம் அவரானு வரணும்னு நினைச்சா கூட முடியாது. മനസ്സിലായാ? നിങ്ങൾ தான் വിൻ ചെയ്യணும்னா கடவுள் செய்யும். டெஃபினட் ஆയിട്ട് നിങ്ങളാണ് വിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു മാസ്റ്റർ. ഇതിന് ഞങ്ങളുടെ ടീം റംബിൾ റോക്കേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ. എലിമിനേറ്റ് ആയി പോയാലുള്ള കൊച്ചേക്ക് അറിയണതും ഈ റംബിൾ റോക്കേഴ്സ് ഇപ്പൊ ഹാപ്പി ആവുമില്ല. നീ ഫൈനൽസ് വരെ പോയത്, അവർ നിനക്ക് ഹെൽപ്പ് ചെയ്തത്, നീ അത് യൂസ് ചെയ്ത് അവർക്ക് നീ റിട്ടേൺ ചെയ്യുന്നത് യു ആർ ഗോയിങ് ടു ദ ഫൈനൽസ്. ഓക്കെ, സോ ഡോണ്ട് വറി. കീപ് ഇറ്റ് അപ്പ് സജിത്ത് അഭിഷേക്. നമ്മളെ ഫസ്റ്റ് ഫൈനൽസ് ഓഫ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3 വിത്ത് ദ ടോപ്പ് സ്കോർ സജിത്ത് ആൻഡ് അഭിഷേക്. വന്ന വഴി പോകുമെന്ന് വിചാരിച്ചവരാണ്, എത്തി നിൽക്കുന്ന പൊസിഷൻ നോക്കൂ. ഓക്കെ, നമ്മുടെ സെക്കൻഡ്. സോ നമ്മളുടെ സെക്കൻഡ് ടോപ്പ് സ്കോറർ, സെക്കൻഡ് ഫൈനലിസ്റ്റ്, 135 points, അരുൺ ബാബു നിതിൻ. കാലിലിട്ട് നല്ലൊരു ചവിട്ട് തന്ന് ബി ബോയ് എങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. അരുൺ ബാബു നിതിൻ ഓൺലി ബി ബോയിങ്ങിലെ ഒരു വെരി സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. എനിക്ക് പോപ്പിംഗ് ലാക്കിംഗ് കൂടെ ചെയ്യും, അത് ഒന്നും കുഴപ്പമില്ല. ഫോക്കിൽ മാത്രം കുറച്ച് വീക്ക്. അതുകൂടെ ഫോക്ക് ബാറ്റലിൽ ഒരു പ്രാവശ്യം 10 എടുത്ത്. മനസ്സിലായ? എൻ്റെ മാർക്കും അപ്പോൾ 10 ആണ്. എനിക്ക് മനസ്സിലുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 10. അടുത്ത പ്രാവശ്യം അങ്ങനെ പോയി 7 or 8 പോയാ 8 ആയിരുന്നു. പിന്നെ പണിഷ്മെന്റ് വഴി പണിഷ്മെന്റില് ആ കണ്ണ കട്ടിയെ അങ്ങനെ ഒരു എനർജി ആയിട്ട് ആ പണിഷ്മെന്റ് അറ്റൻഡ് ചെയ്ത് ഒவ்வொரு മാർക്ക് കിട്ടി അല്ലേ? ഓക്കെ, ഏത് മൈനസ് മാത്രം നോക്കിയാൽ മതി. റിസ്ക് എടുക്കണം. ഞാൻ പറഞ്ഞതൊക്കെ അത് കറക്റ്റായിട്ട് എടുത്തു. അയ്യോ സൂപ്പർ ഐഡിയ, അത് എന്നെ കൂടെ തോന്നിയില്ല, അവനക്ക് തോന്നി. അതാണ് ക്രിയേറ്റിവിറ്റി. അത് തോന്നി. നിതീഷ് അടിച്ച ആ റിതമുക്ക് നീ ഇവിടെ നമ്മ മങ്കി ബൈസ് നോക്കില്ല, അവർ എങ്ങനെ ഫോക്ക് അപ്പടി അങ്ങനെ ചെയ്ത അതും 10 കിട്ടിയിരിക്കും. അതിൽ മിസ് ചെയ്തു അല്ലയാ? അങ്ങനെ അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ ഫൈനലിൽ റിസ്ക് എടുക്കടാ, മിസ് ചെയ്യരുത്. നല്ലൊരു ഗൈഡ് കൊടുക്കൂ. ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ ഫൈനലിസ്റ്റ് നമ്പർ 2 എന്ത് തോന്നുന്നു? സോ ഹാപ്പി. ജസ്റ്റ് ദാറ്റ്. റിസ്ക് എടുത്തു, ഒരു പ്രാവശ്യം പാളി. ഫിനാലെയാണ് മക്കളെ. മിസ് ചെയ്താൽ പിന്നൊരു ഫിനാലെ ഉണ്ടാവില്ല. ആ ഒരൊറ്റ കാര്യം മറക്കരുത്. ഓക്കെ,
You have come so far and all the best. ഒരു കോമ്പറ്റീഷന്റെ ഫൈനലിൽ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സംഭവമാണ്. അപ്പോ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഒരു കോമ്പറ്റീഷന് വരുന്നതും അതിൽ ഫൈനൽ വരെ എത്തുന്നതും പിന്നെ പറയണ്ടല്ലോ. നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ചെയ്ത് ഫൈനലിൽ ഏതോ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ഫൈനലിൽ എത്തിയത് സന്തോഷമാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തടാ. You did so you're getting into the finals. Okay? Keep hard working. Thank you much. And Arun Babu Nitin, very important, safety first. Okay, எப்பயும் எல்லா கண்டஸ்டன்ஸ்க்கு പറയാം, இப்போ வந்து ஃபைனல் போகும்போது ஒത്തിരി டிஸ்டர்பன்ஸ் உண்டாகும், ஒத்திரி அதை அந்த கண்ணடி படுப்போம்னு சொல்லுவாங்க, ஏதோ ஒன்று. ஓகே, திஷ்டி அப்படின் போது ரொம்ப சேஃப் பாருங்கள். பைக்கில் போகும்போதும் சரி, ஓகே, ப்ராக்டிஸ் செய்யும்போது சரி, ஏதேங்கிலும் ஒரு டெஃபினட்டாയിട്ട് ഒരു ഇഞ്ചുറി ആവും. നാളെ വന്ന് ഇവർ ഫൈനലിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് എനിക്ക് ഏത് ഒരു കണ്ടസ്റ്റൻറ്റും മൈ സ്റ്റുഡൻറ്റ് അങ്ങനെ അയ്യോ ഇവർ വന്നിട്ടില്ല അവർക്ക് ഇങ്ങനെ അങ്ങനെയെന്ന് പറയില്ല. എല്ലാമേ സേഫ്റ്റിയോടെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൂളായിട്ട് വന്ന് പെർഫോമൻസ് ചെയ്യും. കാണിക്ക് എത്ര ഉണ്ട് എല്ലാം കണ്ണുകിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാസ്റ്റർ. മതി അത്രയും മതി പ്ലീസ്. Alright, let's proceed. So ഇപ്പോൾ നമ്മളുടെ ലാസ്റ്റ് 2 ഫൈനലിസ്റ്റ്, 3rd and 4th place. ആക്ച്വലി ഒരു വലിയ സർപ്രൈസ് ആണ് നമ്മൾക്ക്. 2 കണ്ടസ്റ്റൻറ്റും 2 ഫൈനലിസ്റ്റും ഈക്വൽ പോയിന്റ്സ് ആണ്. ഇറ്റ്സ് എ ടൈ at 134 points. There are 2 contestants at 134 points. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഫിനാലിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന് 2 പേർക്കും ടൈ വരുന്നത്. അപ്പോ ഇതിലിருந்து 2 പേർ മാത്രം ഫൈനലിലേക്ക് പോകാൻ പോണു. പ്ലീസ് പറയാതെ. ഓക്കെ ഓക്കെ at 130 പറയാതെ പറഞ്ഞു മാസ്റ്റർ. പക്ഷേ ഞാൻ പറയണം ഇല്ല, അത് പറയാൻ മുമ്പ് യെസ്, ഞാനും ആലോചിക്കായിരുന്നു. ഷമീർ, വിശ്വതി, മങ്കി ബോയ്സ്, പ്രജിത്ത്, അനീഷ്, എല്ലാവരും ആ സൈഡിലാണ്. ഇവരിൽ നിന്ന് 2 പേരേ പോവുള്ളൂ ഫിനാലിലേക്ക്. The last 2 finalists at 134 points. One is Anish Pratish, Monkey Boys. അനീഷ് പ്രതീഷ് ഇപ്പോൾ ബോട്ട് എപ്പിസോഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ടാസ്ക് വെച്ചു, എപ്പോഴും 10 out of 10 കിട്ടിയാൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഒക്കൂ, ഇല്ലെങ്കിൽ അപ്പോൾ എലിമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളാണ് ടോപ്പ് സ്കോറിസ്റ്റ്. അങ്ങനെ ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ ആ എഫക്റ്റ് വരണുണ്ടാ. ഇല്ല എന്തിനാ ഒരു 3rd പൊസിഷനൊക്കെ പോയി അല്ലേ? ഔട്ട്ഡോർ ഷെഡ്യൂളിൽ നിങ്ങളാണ് ടോപ്പ് സ്കോറിസ്റ്റ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇങ്ങ ഫോക്ക് മാതിരി പറയ്, പ്രാക്ടീസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു കുറവ് വന്നു? ഇല്ല, നൈറ്റെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തിനാ പ്രതീഷ് നീ മാത്രം നോക്കണം. ബോഡി ലാംഗ്വേജ് ഏത് സ്റ്റൈലും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇത് സ്റ്റൈലിൽ തന്നെ അവിടെ ഫിക്സ് ആവില്ല, എല്ലാ സ്റ്റൈലും അറ്റൻഡ് ചെയ്യും. പിന്നെ കോറിയോഗ്രാഫിക്ക് അത്ര ടെൻഷൻ ഉണ്ടാവും എനിക്ക് അറിയാം. അത് സെയിം ടൈം ടെൻഷനെല്ലാം മാറ്റി വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിലാക്സ് ആയിട്ട് ചെയ്യണം. ഓക്കെ, പ്രതീഷ്, അനീഷ്, വീണ്ടും ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടി. യു ആർ ഇൻ ടു ദ ഫൈനൽസ് ഓഫ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നമ്മളുടെ ഫൈനലിസ്റ്റ് നമ്പർ 3 ഇസ് നൺ അതർ ദാൻ മങ്കി ബോയ്സ്. പല ഘട്ടത്തിലും ഒരു പക്ഷേ എലിമിനേറ്റഡ് ആയി വരെ പോയതാണ് നിങ്ങൾ. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഒരു
നിങ്ങളിലുള്ള വിശ്വാസമാണ് നിങ്ങളെ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അത് ദയവേ ഇതിനെ കൊണ്ട് കളയരുത്, കീപ്പ് ചെയ്യണം. ബാക്കി മാറ്റി വെച്ചേക്കും. ഫൈനൽസിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും അത്രയും ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഡാൻസ് മാത്രം ചിന്തിക്കുക, എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുക. ഓക്കെ, ഡാൻസേഴ്സ് നിങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുക. സോ ദേ വി ഹാവ് ഒരു സൈഡിൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ 3 ഫൈനൽ സീറ്റ്സ് ഉറപ്പിച്ച മങ്കി ബോയ്സ്, അരുൺ ബാബു നിതിൻ ആൻഡ് സജിത് അഭിഷേക്. ഒരു സൈഡിലാവട്ടെ വി ഹാവ് ഷമീർ വിശ്വതി, വി ഹാവ് പ്രജിത് അനീഷ്, റിൻസുഷിനി, വിനോദ് ആതിര ആൻഡ് ടാനിയ ഗീതു. ഇവരിൽ നിന്ന് ഒരാളെ, ഒരു ടീമേ പോകുള്ളൂ. അതിന് മുൻപ് മാസ്റ്റർ he wants to say something. Yes master. ഇല്ല, അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ സമീർ വിശ്വതി ആകട്ടെ, പ്രജിത്ത് അനീഷ് ആകട്ടെ. പ്രജിത്ത് അനീഷ് ഒത്തിരി സ്റ്റൈലിൽ നല്ലതായിട്ട് ചെയ്യും. ஆனால் ഫ്രം ദ ബിഗിനിങ് ടോപ്പിലിരുന്ന് നോക്കണുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. എവിടെയാണ് ടപ്പിന് ഡൗൺ പോകും, ടക്കിന് അപ്പോൾ സെയിം പ്രതീഷ് അനീഷ് പോലെ. റെൻഷോ ഷെനി കം ഫോർവേഡ്, எப்பொழுதும் செம்ம பிளான் செய்யும். ஏதோ ஒரு ரவுண்ட் ஆனாலும் ஒரு ஐடியா, ஒரு പ്ലാനിങ് എല്ലാം പെർഫെക്റ്റ് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്യും. ശനി മാത്രം കുറച്ച് സ്റ്റൈൽ മാത്രമാണ്. ഏത് ഒന്നും അത് ഫോക്കെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക. എന്നെ കലിയാ രഞ്ജോ ശനി. കണ്ടംപററി ആണാലും അടിച്ചു പൊളിക്കുക. 10-10 എപ്പോഴുമേ. എന്താ ശനി ഇങ്ങനെ ഡൗണിലേ ഉണ്ട്? நான் എന്താ പറഞ്ഞ് எல்லாரும் എൻ്റെ സ്റ്റുഡൻറ്റിന് പറഞ്ഞില്ല. ഇവിടെ வரும்போது 4 பேரை இவர் ஃபைனல் அட்டன் ചെയ്യാൻ போகணும். நீங்கள் அதுக்கு முன்பே நீங்கள் ஷூட்டிங் அட்டன் ചെയ്യാൻ போகணும். അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡെഫിനറ്റായിട്ട് ഉണ്ടാവും. யார் എങ്ങനെ ഇപ്പോൾ ഒരേ ഒരു ഫൈനലിസ്റ്റാണ് ഇവിടെ പോകാൻ പോകുന്നത്. വൈൽഡ് കാർഡിൽ பார்க்கும்போது நான் வினோத் ஆத்திரான்னு ஐயோ 2 பேரும் கண்டெம்பரரி லிஃப்டிங்னாகട്ടെ ரென்சோஷினி അങ്ങനെ വന്നാൽ ഇപ്പോൾ അവരും எப்பவுமே ஒரு 2-3 ஸ்டாப் எப்பவுமே ആതിര. വിനോദ് സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആണ്. ആ കണ്ടംപററി സ്റ്റൈലാകട്ടെ കുറച്ചുകൂടി സ്റ്റെപ്സ് മാത്രം കടിച്ച് ന്യൂ സ്റ്റൈൽ കണ്ട അവരും നല്ല டாப் ஸ்கோரில் ഉണ്ടാവും. தானியா கீத்து ஒரு கேர்ள் பேராக இருந்து நம்மளுக்கு யாரும் இல்லை. அவர் ஒருத்தைக்கு அவருக்கு ஒரு கையடி கொடுക്കാം. ஒருத்தைக்கு எங்கனையோ ஸ்ட்ரகிள் பண்ணி ഈ ரேஞ்சுக்கு வரணும். அதுவே ஒரு பெரிய விஷயமான. ஓகே, அந்த ஒன் மோர் ஃபைனலிஸ்ட் சேம் 134 பாயிண்ட்ஸில் லாஸ்ட் ஃபைனலிஸ்ட் ഷമീർ വിശ്വതി. ഷമീർ വിശ്വതി എപ്പോഴും ഹാർഡ് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഏതോ ഒരു ഗ്രൂപ്പ് ആവട്ടെ ഏതും സ്ട്രോങ് ആയിട്ട് ചെയ്യും. ഒരു കാസ്റ്റ്യൂംസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. എക്സ്പ്രഷൻസ് ഒരു കോമഡി ആവട്ടെ, ഒരു എനർജി, ഓക്കെ ഇതാണ് ഒരു സ്റ്റൈൽ, അതും പെർഫെക്റ്റ് ചെയ്യും. ഒരു എപ്പോഴും 9 അങ്ങനെ പോകും. ഒരു മാർക്ക് ഒരു ചെറിയ വിഷയം നല്ല എഫേർട്ട് എടുത്ത് ടക്കുന്ന് കാസ്റ്റ്യൂം ചേഞ്ചിൽ പോയിട്ട് അത് മിസ് ചെയ്ത് 9 വന്നേക്കും. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ 10 വന്നു. അത് ഏതൊരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞില്ല. അത് മാത്രം നോക്കിയാൽ നിങ്ങളും ടോപ്പ് സ്കോറർ പോയേക്കാം. ഓക്കെ, ഏത് സ്റ്റൈലും ആ സ്റ്റൈൽ ഫോക്കിന് പക്ക ഫോക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾക്കറിയാം നമ്മൾക്ക് ഇത് വെസ്റ്റേൺ മിക്സ് ഏന്നാ പക്ക ഫോക്കിൽ ഒരു 10-15 മൂമെൻറ്റേ ഉള്ളൂ. ഫോക്കിന് അതാണ് കുറച്ച് വെസ്റ്റേൺ മിക്സ് ചെയ്യണോ. അത് ഫോക്കായിട്ട് കൺവേ ചെയ്ത് ഇത് ഫോക്കാണ് നമ്മൾ അടിച്ച് പറയണം. അപ്പോൾ അത് ഫോക്കാണ്. ഓക്കെ അല്ലേ? അത് മാത്രം നോക്കിയാൽ മതി. അപ്പോ സേ ഹലോ ടു our 4th finalist of Let's Dance Season 3, ഷമീർ ആൻഡ് വിശ്വതി, the only girl going to the finals. വിശ്വതി മാത്രമാണ് ഈ പുരുഷ കേസരികളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺതരി. വിശ്വതി, സോ വാട്ട് ഡു യു ഫീൽ? പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. അതെനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഫീൽ ചെയ്യണത്? ഹൗ വാസ് യുവർ ജേർണി? അല്ല, ഞങ്ങൾ ഫസ്റ്റ് ഓഡീഷന് വന്നപ്പോൾ നന്നായിട്ട് ചെയ്തു. മാസ്റ്ററാണ് ഉണ്ടായിരുന്നത്, അരവിന്ദ് മാസ്റ്റർ ചെയ്തു. സ്റ്റേജിൽ പെട്ടെന്ന് ഓടി വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. സെക്കൻഡ് ഓഡീഷനിൽ വന്നപ്പോൾ ശ്രീധർ മാസ്റ്ററിനെ കണ്ടപ്പോൾ ഞെട്ടി സംഭവിക്കുന്നതാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ ലിഫ്റ്റൊക്കെ പോയി. അപ്പോൾ വിചാരിച്ചു പുറത്ത് അണിച്ചു.
കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിരുന്ന എന്തോ ദൈവ ഭാഗ്യം കിട്ടി. ഇപ്പോൾ ഇങ്ങനെ ഫൈനലിലെത്തി. ലാസ്റ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ലാസ്റ്റ് അവിടെ ലാസ്റ്റിൽ ഇവിടെ വേണ്ടാന്നാ അവിടെ അപ്പോൾ ഫസ്റ്റ് എന്താടാ അത്ര ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റിൽ ഓക്കെ എന്നാൽ വരട്ടെന്ന് വന്നാൽ ഇപ്പോൾ ഫൈനലിൽ വന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ സെമിഫൈനൽ വിന്നേഴ്സ്. യെസ്, സെമിഫൈനൽ വിന്നേഴ്സ്, ദാറ്റ്സ് ഇറ്റ്. ഒരു നന്നായിട്ടൊന്ന് കൈയടിക്കൂ, നിങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും, ഇൻഫാക്ട് ഇവർ ഫൈനലിൽ പോയാൽ ഒരാളെ ജയിക്കുകയുള്ളൂ, ആ ഒരു കിരീടം ഒരാൾക്ക് കിട്ടുകയുള്ളൂ. ബാക്കി എല്ലാവരും അടുത്തടുത്ത പൊസിഷനിലാണ്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൊസിഷൻ കിട്ടിയെന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ആരും നല്ല ഡാൻസേഴ്സ് അല്ലാത്തത് കൊണ്ടല്ല പോകുന്നത്, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ട് ഫിനാലിലേക്ക് പോയേനെ, പക്ഷേ വി ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ, അതായത് 150 എപ്പിസോഡ്സ് എന്ന മൈൽ സ്റ്റോൺ കവർ ചെയ്ത ഏക ഡാൻസ് റിയാലിറ്റി ഷോ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ സൂപ്പർ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന ഒന്നുമില്ല. ഇപ്പോൾ രഞ്ജോഷിനി കം ഫോർവേഡ്. ഇവർ സൂപ്പർ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്, ഈക്വൽ ടു സമീർ വിശ്വതി ആകട്ടെ. ദെൻ പ്രജീത് അനീഷ് കം ഫോർവേഡ്. ഇവരും ഞാൻ വിചാരിച്ചിട്ട് നോക്കിയിട്ടില്ല. ഡെഫിനറ്റായിട്ട് രഞ്ജോഷിനി പ്രജിത്ത് അനീഷ് എങ്ങനെയാണ് വന്നേക്കുമെന്ന് പറഞ്ഞു. ഇവർ ഫസ്റ്റ് ലിസ്റ്റിലേ ഇല്ല. അത് ഇവர்தான் അഭിഷേക് ഷജിത്ത്. ഫസ്റ്റ് ലിസ്റ്റിലേ ഇല്ല. ഫസ്റ്റ് ഓപ്പണിംഗിലാണ് വരുമ്പോൾ എപ്പം പോലെ ഒന്ന് പോലെ ചെയ്യുന്നുണ്ട്. മേലെ ഏറി ഇവർ ഷോൾഡറിലേറും ഡൺ ഡൺ അത് മാത്രം ചെയ്യുന്നുണ്ട്. നോക്കാം ഇവർക്ക് എന്താ ക്രംപാ പഠിക്കാം മാസ്റ്റർ, லாக்கிங்கா படிக்காம மாஸ்டர் அப்படியானு போய் சரி இவர் எங்கடா வரான் போன்னு பார்த்தா எல்லா സ്റ്റൈലും അരിഞ്ച് പ്രജിത്ത് അനീഷ് ഇങ്ങോട്ട് പോയി, ഇവിടെ എങ്ങ് പോയിട്ട് എന്താണ് ഇപ്പോൾ ഇവർ ഏത് ഊരിലെന്ന് പറഞ്ഞ് മാർത്താണ്ഡം അവിടെ ഇരുന്ന് ഓക്കെ ஏதோ ஒரு கான்செப்ட் ஸ்ட்ராங் ஆகிட்டு செய்யும். எனக்கு அதான இஷ்டம். அதுவும் அந்த ஒரு ஏரியல் ஆக்டாக ஒரு ரோப்லலாம் செய்தில்லை 10 இன்னும் அது நாங்கள் இப்போது ഫൈനലിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓവറാൾ നോക്കിയിട്ടുണ്ട്, മനസ്സിലായോ? ഓവറാൾ നോക്കി ഫേസ് 1 ആവട്ടെ ഫേസ് 2 എങ്ങനെ അറ്റൻഡ് ചെയ്തു അതെല്ലാം കൂടെ നോക്കി എന്താവണാലും നമ്മൾ ഒരു ജഡ്ജസ് ഇങ്ങനെ കൂടെ ഇല്ല நான் മാർക്ക് അങ്ങനെ ഇല്ല, ഇത് കറക്റ്റ് ഇല്ല. അവർ ഫേസ് 1 അങ്ങനെ ചെയ്തു, ഫേസ് 2 ക്വാർട്ടർ ഫൈനൽ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് മിസ് ചെയ്ത്. മനസ്സിലായോ? ഞാൻ എത് വേണാലും ഡിസിഷൻ എടുക്കാം, എത് വേണാലും നമ്മളത് ചെയ്യാൻ നോക്കും. അപ്പോഴും ഇല്ല ഇവർ അപ്പോഴും അവിടെയും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയും ഏതോ ഒരു മാർക്കിൽ ബെസ്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവർ സ്ട്രോങ് ആയിട്ട് വന്നത്. ഞങ്ങൾ ജഡ്ജസ് അമൃത TV പാനലിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു ഫൈനൽ ഒരുത്തർ ഇങ്ങനെ 5 കണ്ടസ്റ്റൻ്റ് ആയിട്ട് 5 കണ്ടസ്റ്റൻസ് പേർ ഫൈനലിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച് അവരും പെർമിഷൻ കൊടുത്തു. ഇപ്പോൾ ഒരു പേരെ എടുക്കാൻ പോണു. ഓക്കെ അതായത് യൂഷ്വലി 4 കണ്ടസ്റ്റൻസ് ആണ് ഫിനാലയിലേക്ക് പോകുന്നത്, പക്ഷേ ഒരു കണ്ടസ്റ്റന്റിന് കൂടിയുള്ള പെർമിഷൻ ഉണ്ട്. ആണാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഇപ്പോൾ 4 റൗണ്ട് വരും ഫൈനലിൽ. ആ ഫസ്റ്റ് റൗണ്ട് ആ കണ്ടസ്റ്റൻസ് യാർ ഇപ്പോൾ നമ്മൾ ഒരു ചാൻസ് കൊടുക്കണമല്ലേ, ആ കണ്ടസ്റ്റൻറ്റ് ആ ഫസ്റ്റ് റൗണ്ടിൽ അവർ ലോയസ്റ്റ് മാർക്ക് എടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. പക്ഷേ അവർ 4 റൗണ്ടുക്ക് പ്രിപ്പയർ ചെയ്ത് വരണം. ഇങ്ങിരുന്ന് ഒരു പേര് ഇവിടെ വരാൻ പോണു, അവർ 4 റൗണ്ട്സ്ക്ക് പ്രിപ്പയർ ചെയ്യണു. പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ഡിസൈഡ് ചെയ്യും ഇവർ അടുത്ത 3 റൗണ്ട്സ് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കില്ല ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇതാണ് ഒരു ചാൻസ്. അങ്ങനെ ഇത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടല്ല, ഇവർക്ക് നമ്മൾ അവിടെ കംപ്ലീറ്റ് വിടാൻ ഒക്കില്ല, മനസ്സിലായ? ഒരു ചാൻസ് കൊടുക്കാൻ പോണു, 4 റൗണ്ടുക്ക് പ്രിപ്പയർ ചെയ്യണു. ഫസ്റ്റ് റൗണ്ട് ഏത് റൗണ്ട് കൂടെ അറിയില്ല, അവിടെയാണ് അറിയും ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ആ ഫസ്റ്റ് റൗണ്ടിൽ ലോയസ്റ്റ് മാർക്ക് എടുത്താൽ ഇമ്മീഡിയറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായി മാസ്റ്റർ. ബട്ട് സ്റ്റിൽ വീണ്ടും നമ്മൾ സ്ട്രെസ്സിലാണ്. ബിക്കോസ്
ആ ഫൈനലിസ്റ്റ് ആരാണ്? 5th ഫൈനലിസ്റ്റ് ആരാണ്? ഇവരിൽ നിന്ന് ആരാണ് ഫൈനലിലേക്ക് പോകുന്നത് മാസ്റ്റർ? The last finalist going to the finals, Anish and Prajit. രഞ്ജോഷിനി ആൻഡ് പ്രജിത്ത് അനീഷ് ജസ്റ്റ് ഒരു 3 മാർക്സേ ബാക്ക്. എത്രയാണ് മാർക്സ് എന്ന് പറയോ ശാന്ത? நான் ஆல்மோஸ்ட் ரென்ஷோ ஷினியான ரென்ஷோ ஓகே போட்டேன் அப்படின்னு நினச்சா ஒரு ஜஸ்ட் ஒரு 3 மார்க்ஸே. Anish and Prajit 121 points. Renzo and Shini 118 points. 118. 3 points la miss ആയി. ഡാൻസ് റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 150 എപ്പിസോഡ്സ് എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത ദി ബെസ്റ്റസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ എവർ ആയ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 പതിവിലും വിപരീതമായി 5 ഫൈനലിസ്റ്റ് ആണുള്ളത്. ഫൈനലിസ്റ്റ് നമ്പർ 1 ഇസ് അനീഷ് ആൻഡ് പ്രജിത്ത്. ഫൈനലിസ്റ്റ് നമ്പർ 2 being സജിത്ത് ആൻഡ് അഭിഷേക്. ഫൈനലിസ്റ്റ് നമ്പർ 3 ഇസ് പ്രജിത്ത് ആൻഡ് അനീഷ്. ഫൈനലിസ്റ്റ് നമ്പർ 4 ഇസ് ഷമീർ ആൻഡ് വിശ്വതി. ഫൈനലിസ്റ്റ് നമ്പർ 5 ഇസ് അരുൺ ബാബു ആൻഡ് നിതിൻ. സോ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഓൾ ദി ബെസ്റ്റ്. മാസ്റ്റർ, നമുക്കൊരു സെറമണി കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ ഡിസ്ട്രിബ്യൂഷൻ സെറമണിയാണ് മാസ്റ്റർ. നമ്മളുടെ സെമി ഫൈനലിസ്റ്റ് വിന്നേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഒരു മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ ഓൺ ബിഹാഫ് ഓഫ് അമൃത TV. വരൂ ടാനിയ ഗീതു. രഞ്ജോ ഷിനി വാ. യെസ് റൻസോ ഷിനി, കരയരുത്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും തോറ്റു പോകുന്നതല്ല. നിങ്ങൾ സെമി ഫൈനൽ വരെ വരാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷിനി. നോ മോർ ക്രൈയിങ്. സോ റൻസോ ആൻഡ് ഷിനി, കൺഗ്രാറ്റുലേഷൻസ്. യു മേഡ് ഇറ്റ്. And finally, we have Vinod and Adira. ஓகே பாய்ஸ், ஃபைனல் கண்டஸ்டன்ஸ். ஃபஸ்ட்டு இங்கே கங்க்ராச்சுலேஷன் பண்ண மாட்டேன், அங்கே வந்தால் தான் நான் கங்க்ராச்சுலேஷன் பண்ணுவேன். ஓகே, அங்கே வந்து ஜெயிக்கணும். அப்போயான அது பேர் கங்க்ராச்சுலேஷன்ஸ் ஃபஸ்ட்டு சொல்லணும். ஓகே, இப்போ நான் പറയില്ല. ഫോക്ക് റൗണ്ട് ആവട്ടെ, വെസ്റ്റേൺ റൗണ്ട് ആവട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കോസ്റ്റ്യൂംസ്, ഹെയർ ഡ്രസ്, എന്താ സ്റ്റൈല്, ഹെഡ്, ഫേസ്, മേക്കപ്പ്, காஸ்டியூம்ஸ், அதுலேருந்து ஷூவில் இருந்து எல்லாம் பர்ஃபெக்டாக ஃபஸ்ட்டு காஸ்டியூம் ட்ரையல் எடுக்கணும். ஒரு காஸ்டியூம்ஸில் கம்ஃபர்டபுள் உண்டாயிட்டு நோக்கணும். அந்த நேரத்தில் ஒரு 2 days பேக்கில் கிட்டி அப்புறம் ഈ മൂമെൻറ്റ്സ്ക്ക് ആ കാസ്റ്റ്യൂംസ് കിട്ടിയിട്ടില്ല, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഇല്ലാണ്ട് കാസ്റ്റ്യൂം ചേഞ്ച്, അങ്ങനെ ഏതോ ഒരു രീതിയിലും ഡിസ്റ്റർബ് ആവരുത്. ഓക്കെ, ഏത് റൗണ്ട് പറഞ്ഞ് അതാണ്. ഓക്കെ ബോയ്സ്, ഗ്രൂപ്പിന് വന്നാൽ അവർ ഗ്രൂപ്പ് 20 ആവട്ടെ, 15 ആവട്ടെ, 6 ആവട്ടെ, 8, 10 പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അവർ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറഞ്ഞില്ല.
അവർ உங்களுக்கு സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ സപ്പോർട്ട് ചെയ്യற പെർഫെക്റ്റ് ബോയ്സെ വെച്ച് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ റാ ഫൈനൽ. യെസ്, ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. സോ ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല, മൊത്തം പ്രശ്നമാവും. എന്തായാലും ഐ എം സോ ഹാപ്പി ഫോർ ദി 5 ഫൈനലിസ്റ്റ് ഓഫ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല. പറയാനുള്ളതൊക്കെ ഞങ്ങൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി, കോച്ച് ചെയ്ത് നിങ്ങളെ വിടുകയാണ് ഫിനാലയിലേക്ക്. ഇനി നിങ്ങൾ അവിടെ തെളിയിക്കണം നിങ്ങളാണ് ബെസ്റ്റ് എന്ന്. ഓക്കെ, എല്ലാവരും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു ക്രൗൺ വിന്നറേ ഉണ്ടാവുള്ളൂ. അതിനായി പരിശ്രമിക്കൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഫിനാലയിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന്, എല്ലാ മലയാളി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഉണ്ടാകണം എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ. ഗുഡ് ബൈ. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ, എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. നിൻ കണ്ണുകൾ